ഇന്ന് നമ്മൾ തീർത്ഥാടന യാത്രയ്ക്കായിട്ട് പോകുന്നത് മിലാൻ കത്തീഡ്രൽ പള്ളിയിലെ മതാധ്യാപകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബൊറോമിയുടെ അടുത്തേക്കാണ്. റോമിൽ നിന്ന് ഏകദേശം 580 കിലോമീറ്റർ അകലെ, ഏകദേശം 7 മണിക്കൂർ രാത്രിയിൽ ബസ്സിന് യാത്ര ചെയ്താണ് നമ്മൾ രാവിലെ മിലാനിൽ എത്തിച്ചേരുക. ഇറ്റലിയുടെ കൊമേഴ്സ്യൽ സിറ്റിയും അതുപോലെ ഫിനാൻഷ്യൽ സെന്ററും കൂടിയാണ് മിലാൻ. നമ്മൾ നടന്നു നീങ്ങുന്നത് കത്തീഡ്രൽ പള്ളിയുടെ അടുത്തുള്ള ലോകത്തിലെ ബ്രാൻഡഡ് ഷോപ്പുകൾ മാത്രമുള്ള ഒരു കോംപ്ലക്സിലൂടെയാണ്. ഇതിലൂടെ നടന്നാണ് നമ്മൾ കത്തീഡ്രലിന് മുന്നോട്ട് എത്തുന്നത്. ബാഗിന് ഒരല്പം ഭാരമുണ്ട്, കാരണം നമ്മൾ ഇവിടുന്ന് പാതുവയിൽ വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ അടുത്തേക്കൊക്കെ പോകുന്നു. അതുകൊണ്ട് നമ്മളിതാ മിലാൻ കത്തീഡ്രൽ പള്ളിയുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 6 സെഞ്ചുറീസ് എടുത്തു ഇത് പൂർത്തിയാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ കത്തീഡ്രൽ പള്ളിയാണിത്. ഇറ്റലിയിലെ ഏറ്റവും വലിയ കത്തീഡ്രൽ പള്ളി. ഒരല്പം മൂടിയ ക്ലൈമറ്റ് ആണ് നമുക്കുള്ളത്, കാരണം ഇറ്റലിയിൽ വിന്റർ ആരംഭിച്ചിരിക്കുകയാണ്. വിന്റർ സീസണിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലോക്കുകളിലെ ടൈം 1 മണിക്കൂർ പുറകോട്ടാക്കി വെക്കും. അത് ഒക്ടോബറിന്റെ ലാസ്റ്റ് സൺഡേ 3 മണിക്കാണ് അത് മാറ്റുക. 3 മണി എന്നുള്ളത് 2 മണിയിലേക്ക് കൊണ്ടുവരും, 1 മണിക്കൂർ ബാക്കിലേക്ക് ആക്കി വെക്കും. കാരണം പകലിന്റെ ദൈർഘ്യം കുറവും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നത് കൊണ്ടാണ്. രാവിലെ ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്, നേരത്തെ അസ്തമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു മൂടിയ ഒരു അന്തരീക്ഷമാണ് ഇന്ന് നമുക്കുള്ളത്. എങ്കിലും നമുക്ക് കത്തീഡ്രൽ പള്ളി ആസ്വദിച്ച് കാണാം. 1386 പണി തുടങ്ങിയതാണ് ഈ ദേവാലയം. 1936 6 സെഞ്ചുറീസിന് ശേഷമാണ് ഇത് പണി തീർന്നത്. ഈ ഒരു ദേവാലയത്തിൽ ഏകദേശം 50,000 ആളുകളെ ഉൾക്കൊള്ളാനായിട്ട് ഇതിന് കപ്പാസിറ്റി ഉണ്ട്. ഇതൊരു ഗോത്തിക് സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത്. വൈറ്റ് ആൻഡ് പിങ്ക് മാർബിൾസ് ആണ് ഈ പണിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ദേവാലയം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് വിശുദ്ധന്മാരുടെ രൂപങ്ങൾ കൊണ്ടാണ്. നമ്മളിതാ ദേവാലയത്തിന് മുന്നിൽ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വാതിലിലും നമുക്ക് കൊത്തുപണികൾ കാണാവുന്നതാണ്. വാതിൽ മുഴുവനും ബ്രോൺസിലും ഉണ്ടാക്കിയ രൂപങ്ങളാണ്. ഈശോയുടെ ജനനം മുതൽ മരണം വരെ ഈ വാതിലിൽ അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മൾ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയൊരു ദേവാലയം, മനോഹരമായ ഈ ഒരു ദേവാലയത്തിൽ നമുക്കായിരിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ മൊബൈൽ ക്യാമറ കൊണ്ട് ഒപ്പിയെടുക്കാനാവാത്ത സൗന്ദര്യമാണ് ഈ ഒരു ദേവാലയത്തിനുള്ളത് എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ ഇതിന് തൊട്ടടുത്തുള്ള സിസ്റ്റീൻ ചാപ്പലിൽ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കലാകാരന്മാരായ ഡൊണാട്ടോ, ബർമാന്തെ, പെലഗ്രീനോ, തിബാൽദി ഇവരൊക്കെ ചേർന്നാണ് ഈ മിലാൻ കത്തീഡ്രലിന്റെ ആദ്യ രൂപം ഡിസൈൻ ചെയ്തത്. ഗോത്തിക് സ്റ്റൈലിൽ പണിയപ്പെട്ട ഈ ദേവാലയം ഒത്തിരി പേര് കാണുവാനായിട്ട് ഈ ദേവാലയത്തിലേക്ക് എത്തുന്നു. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഒത്തിരി പേര് ഇത് കാണാനായിട്ട് എത്തുന്നു. കാഴ്ചക്കാർക്ക് ഈ ദേവാലയത്തിന്റെ ഇവിടെ വരെയേ പ്രവേശനമുള്ളൂ. അതിനുശേഷം മുൻപോട്ടുള്ള സ്ഥലത്ത് പ്രാർത്ഥിക്കുവാനായിട്ട്, ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് മുൻപോട്ടുള്ള സ്ഥലം. അതിനാൽ തന്നെ നമുക്കും ഇതിൻ്റെ വലതുവശത്തുള്ള ആ ഒരു വഴിയിലൂടെ മുൻഭാഗത്തേക്ക് വന്ന് നമുക്കിവിടെ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് വിശുദ്ധ ചാൾസ് ബൊറോമിയോ വഴി നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ഈ ദേവാലയത്തിൻ്റെ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് എത്താത്തത്രയും വലിയ ദൂരമാണ്. ഇതിൽ 40 ഇത്രയും വലിയ 40 പില്ലറുകൾ, തൂണുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ തൂണുകളൊക്കെ ഈ വിശുദ്ധരാൽ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. ഏകദേശം 3400 വിശുദ്ധന്മാരുടെ സ്റ്റാച്ചുകളാണ് ഈ ദേവാലയത്തിൽ ഉള്ളതെന്നാണ് പറയപ്പെടുക. ഈ ഒരു ദേവാലയം അറിയപ്പെടുക മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ബസിലിക്ക ഓഫ് നാറ്റിവിറ്റി ഓഫ് സെയിന്റ് മേരി എന്നാണ്. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയമാണിത്. ഈ ഒരു ദേവാലയത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ഫ്ലോറിലൂടെ ഒരു നീണ്ട ബ്രാഫ് സ്ട്രിപ്പ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിന്റെ ഇരുവശങ്ങളിലായിട്ട് സോഡിയ കലണ്ടറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1786 ഈ ഒരു വർക്ക് ചെയ്തിരിക്കുക. പെരാര ആസ്ട്രോണമിക്കൽ ഒബ്സർവാറ്ററി ആണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുക. ദേവാലയത്തിന്റെ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് അൾത്താര നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിന്നാണ് ഏറ്റവും അടുത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അൾത്താര, ബലിപീഠവും അതിന് പുറകിലായിട്ട് സക്രാരി, ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് സക്രാരി കാണാം. വലിയ സക്രാരിയാണ് ഇവിടെയുള്ളത്.
അതിന് തൊട്ടടുത്തായിട്ട് മാലാഖമാരുടെ രൂപങ്ങളും തൊട്ടടുത്ത് വിശുദ്ധ അംബ്രോസിൻ്റെ സ്റ്റാച്യു ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് പുറകിലേക്ക് നോക്കുമ്പോഴുള്ള അതിമനോഹരമായ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും. എത്രയോ മനോഹരമായിട്ട് പണിയപ്പെട്ട ഒരു ദേവാലയം, ഏകദേശം 50,000 ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു ദേവാലയമാണ് ഇത്രയും വിശാലമായ ഈ വലിയ ദേവാലയം. ത്തിലുള്ള രൂപങ്ങളിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു രൂപമാണ് വിശുദ്ധ ബർത്തലോമിയുടേത്. വിശുദ്ധ ബർത്തലോമിയെ നമുക്കറിയാം, ഈശോയുടെ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു. സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ലോകാതിർത്തിയോളം പോവുകയും രക്തസാക്ഷിയാകുന്നത് തൊലി ഉരിയപ്പെട്ടാണ്. തൊലി ഉരിയപ്പെട്ടപ്പോഴുള്ള ആ ഒരവസ്ഥയാണ് ഈ സ്റ്റാച്യുവിൽ ചിത്രീകരിക്കുക. ഓരോ മസിലുകളും രക്തക്കൊള്ളുകളും ഒക്കെ കാണാവുന്ന രീതിയിൽ. നമ്മുടെ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ പുറകുവശത്തേക്ക് ആർക്കും പ്രവേശനമില്ല. നമുക്ക് പ്രത്യേകമായ പെർമിഷനോടുകൂടെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കപ്പെട്ടിരിക്കുക. വിശുദ്ധ കുരിശിൽ നിന്നുള്ള കുരിശിൽ തറച്ച ആനയുടെ തിരുശേഷിപ്പ് ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ചുവന്ന കളറിലുള്ള നെയ്വിലാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുക. അതുപോലെ തന്നെ കുരിശിൻ്റെ വഴി ഏറ്റവും മനോഹരമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് കൊയറാണ്. കൊയറിലെ പൈപ്പ് ഓർഗണമൊക്കെ നമുക്ക് കാണാം. ഇറ്റലിയിലെ ഏറ്റവും വലിയ കൊയർ തന്നെയാണ് ഇവിടുത്തെ. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സ്ഥലം ഇവർക്കായിട്ട് കൊടുത്തിരിക്കുക. ഇവിടെയാണ് സാധാരണ ദിവസങ്ങളിൽ കുർബാന നടക്കുന്നത്. ഈ ഒരു മിലാൻ കത്തീഡ്രൽ പള്ളിയുടെ അണ്ടർഗ്രൗണ്ടിലെ ക്രിപ്റ്റിയിലാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയെ സംസ്കരിച്ചിരിക്കുന്നത്. വിശുദ്ധ ചാൾസ് ബൊറോമിയോ 1538 ഒക്ടോബർ 2 ഗിൽബർട്ട് ബൊറോമിയുടെയും മാർഗരറ്റ് ദി മെഡിച്ചിയുടെയും 2ാമത്തെ മകനായിട്ടാണ് മിലാനിൽ ജനിക്കുന്നത്. തൻ്റെ പഠനങ്ങൾക്ക് ശേഷം 1559 പാവിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ ലോയിലും കാനൻ ലോയിലും ഡോക്ടറേറ്റ് എടുത്തു. അതിനുശേഷം 1563 ഓർഡിനേഷൻ സ്വീകരിച്ച് വൈദികനാകുന്നത്. തുടർന്നുള്ള വർഷത്തിൽ തന്നെ മിലാൻ ആർച്ച് ഡയസിസിൻ്റെ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തപ്പെടുകയും ചെയ്തു. സഭയിലെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതർ റിഫോം കൊണ്ടുവന്ന ഒരു കാലഘട്ടം. മാർട്ടിൻ ലൂതർ റിഫോം കൊണ്ടുവരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ദണ്ഡവിമോചനമൊക്കെ പണത്തിന് വിൽക്കുവാനൊക്കെ ആയിട്ട് ഇടയായത്, അങ്ങനെയുള്ള കുറച്ച് കാരണങ്ങളൊക്കെ ആയിരുന്നു മാർട്ടിൻ ലൂതർ ഒരു പ്രൊട്ടസ്റ്റന്റ് റിഫോം കൊണ്ടുവരുന്നത്. മാർട്ടിൻ ലൂതറിന്റെ പഠനങ്ങൾ പറയുക, ഫെയ്ത്ത് ആൻഡ് ഗ്രേസ് മാത്രം മതി രക്ഷ പ്രാപിക്കാനായിട്ട്, വചനാനുഷ്ഠിതമായ ജീവിതമോ നന്മ പ്രവൃത്തിയോ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു. അത് മൂലം കുത്തഴിഞ്ഞ ഒരു ജീവിതത്തിലേക്ക്, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളുടെയൊക്കെ പാഷണ്ഡത പ്രചരണമൊക്കെ ആയി. അങ്ങനെ സഭ ചെതറിക്കൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷനിലാണ് 1562-63 കൗൺസിൽ ഓഫ് ട്രെന്റ് വിളിച്ചു കൂട്ടുവാനായിട്ട് പോപ്പ് പയസ് 4 സെക്രട്ടറി ആയി നിന്നുകൊണ്ട് സഭയെ നവീകരിക്കുവാനായിട്ട് വിശുദ്ധ ചാൾസ് ബൊറോമിയോ മുന്നോട്ട് വരിക. കൗൺസിൽ ഓഫ് ട്രെന്റിന്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് കൗണ്ടർ റിഫോം ആയിരുന്നു, സഭയെ നവീകരിക്കുവാനായിട്ട്. കൗൺസിൽ ഓഫ് ട്രെന്റിന്റെ മെയിൻ ഡിഗ്രികളായിരുന്ന കൗദാശികമായ ജീവിതത്തിന്റെ പ്രാധാന്യം, വചനാനുഷ്ഠിത ജീവിതവും പ്രാർത്ഥനയിലും നന്മ പ്രവൃത്തികളും മൂലം രക്ഷ പ്രാപിക്കുവാനുള്ള ആഹ്വാനവുമായിട്ട് വിശുദ്ധ ചാൾസ് ബൊറോമിയോ ചുറ്റി സഞ്ചരിച്ചു. സഭയെ നവീകരിച്ച ഈ വലിയ വിശുദ്ധന്റെ കബറിടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയമങ്ങളും ഒക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അങ്ങനെ തെറ്റായ പ്രബോധനങ്ങളിൽ പെടാതിരിക്കുവാനായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തന്ന സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുവാനായി 1566 വിശുദ്ധ ചാൾസ് ബൊറോമിയോ കാറ്റിസം ക്ലാസുകൾ ആരംഭിക്കുകയാണ്. തൻ്റെ ആർച്ച് ഡയസിലുണ്ടായിരുന്ന ഏകദേശം 1000-ൽ കൂടുതൽ വരുന്ന ഇടവകളിൽ അദ്ദേഹം സന്ദർശനം നടത്തി അവിടെ താമസിച്ച് അവർക്ക് കാറ്റിസം പറഞ്ഞു കൊടുത്തു. എന്ന് മാത്രമല്ല, പ്രൊട്ടസ്റ്റന്റ് സഭകളിലേക്കൊക്കെ പോയവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരുവാനായിട്ടും അദ്ദേഹം പ്രയത്നിച്ചു. ഇത് കബറിടത്തിന് മുകളിൽ വരുന്ന ചെറിയൊരു പള്ളിയാണ്. ഇവിടെ നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ എല്ലാം അതുപോലെ തന്നെ വിശുദ്ധ ചാൾസ് ബൊറോമിയോ പോലെ തീഷ്ണതയോടുകൂടെ ഈശോയ്ക്ക് സേവനം ചെയ്യുവാനായിട്ട്, വിശ്വാസം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട്, പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദേവാലയത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന 1300 മുമ്പുണ്ടായിരുന്ന വിശുദ്ധ അംബ്രോസിൻ്റെ നാമത്തിലുള്ള
പഴയ ദേവാലയമൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാനായിട്ട് ഒത്തിരി ഉണ്ട്. 1584 നവംബർ 3 താൻ ഓടി നടന്ന് സേവനം ചെയ്ത പ്രഘോഷിച്ച ഈശോയുടെ സന്നിധിയിലേക്ക് വിശുദ്ധ ചാൾസ് ബൊറോമിയോ വിളിക്കപ്പെട്ടു. പോൾ അഞ്ചാമൻ മാർപ്പാപ്പ 1610 വിശുദ്ധ ചാൾസ് ബൊറോമിയോയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെയൊക്കെ മധ്യസ്ഥനായിട്ട് ഉയർത്തുകയും ചെയ്തു.